ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഖൂമുസ്സാ ഹത്താ യതദാഫഅ അഹ്ലുൽ മസാജിദി മസ്ജിദിന്റെ വക്താക്കളെ തമ്മിലടി ഉണ്ടാക്കുന്ന കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒരു ഇമാമിനെ പോലും അവർക്ക് ഇമാമായി നിൽക്കാൻ കിട്ടുകയില്ല. അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരു മുഅല്ലിമിനെ, ഒരു ഉസ്താദിനെ കിട്ടുകയില്ല. ബാങ്ക് വിളിക്കാൻ ഒരു മുഅദ്ദിനെ കിട്ടുകയില്ല. കാരണം അവിടേക്ക് വരാൻ, ആ പള്ളിയിലേക്ക് വരാൻ പേടിയാണ്. അത്രത്തോളം ക്രൂരന്മാര് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. നമ്മൾ ഏതെങ്കിലും പള്ളിയിലേക്ക് ജോലി എടുത്ത് പോകുമ്പോൾ ചോദിക്കും, അളിയ കൂട്ടുകാരന്മാരാളെ ചോദിക്കും, അളി എങ്ങനെയുണ്ട് കമ്മിറ്റി? നീ വരല്ലേ, രണ്ടാമത്തെ കൊത്തുപാടും നിന്നെ അമ്മാര് പിടിച്ച അവളോട് ഒന്നാമത്തെ കൊത്തുപ നോക്കും, അതെന്ത് കുഴപ്പമുണ്ട്. നീ എതിരായ ഏതെങ്കിലും ഒരാളവിടെ കമ്മിറ്റിക്കാരാ വന്നിരിക്കുന്നെങ്കിൽ നിന്നെ മെമ്പറിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അതോടുകൂടി എന്റെ കാര്യം കെട്ടപ്പോ. അതുകൊണ്ട് അളിയ നീ പള്ളിയില്ല, നീ ഏതെങ്കിലും തൈക്കാതി പോയി ജോലി എടുത്ത് ഇങ്ങോട്ട് വരണ്ട. ഒരുപാട് ഉസ്താദന്മാരിപ്പോ ഓറഞ്ച് കച്ചവടം തുടങ്ങി, ആപ്പിൾ കച്ചവടം തുടങ്ങി, പുളിക്കച്ചവടം തുടങ്ങി, പരദാക്കടയിടാൻ തുടങ്ങി. എന്തേ കാരണം? സ്വസ്ഥമായി പള്ളിയിൽ പോയി പ്രസംഗിക്കാനും ഇമാമത്തിക്കാനും വയ്യ. ലോഹറിന് പ്രസിഡന്റ് പറയുന്നോടെ നിൽക്കണം, അസറിന് സെക്രട്ടറി പറയുന്നോട് നിൽക്കണം, മഗ്‌രിബിന് ഖജാൻജി പറയുന്ന പോലെ നിൽക്കണം, ഇശാക്കും സുബഹിക്കും കമ്മിറ്റിക്കാർ പറയുന്നത് പോലെ നടക്കുന്ന കാര്യമാണ്. നമ്മളെങ്ങനെ നിൽക്കുക? ചെറിയ സൂറത്ത് ഉദയ്ക്ക് ഓതിയാൽ മതി എന്നൊരു കമ്മിറ്റിക്കാരൻ, വലിയ സൂറത്ത് നിങ്ങൾ ഉറക്കെ എഴുന്നേറ്റ് വരുന്ന കുറെ താമസിക്കും, വെള്ളമൊക്കെ കയറി വരാനുള്ളതാണ്. അതുവരെ ജമാഅത്ത് കിട്ടണം, അതുവരെ മുസ്ലിം നീട്ടണം. ആകപ്പാട് വലിയ നീളമുള്ള സൂറത്ത് യാസീൻ മാത്രം അറിയാം, അതിനപ്പുറത്ത് വേറെ സൂറത്ത് നമുക്ക് അറിയത്തുമില്ല. പിന്നെ അങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. 7 മൂവിയിൽ ഓതിക്ക് സുബഹിസ്കരിക്കാൻ പറ്റുക? സൂര്യ ഉദിച്ച് അസ്തമിക്കുന്നു. ഇങ്ങനെ വരുന്നവരെ ചില പള്ളിയിൽ 25 വർഷമായിട്ട് പള്ളിയിൽ നിന്നിട്ടുള്ള പരിചയം കൊണ്ടൊക്കെ ഈ പ്രസംഗിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ കൊട്ടേഷൻ വിടണമാർ നിസ്കരിക്കാൻ വരുമോ? അതുമില്ല. നീട്ടി നിസ്കരിക്കണം എന്ന് പറയുന്നമാരെ കൊട്ടേഷൻ വിട്ടോ നിസ്കരിക്കാൻ വരികയില്ല. ഒരു ദിവസം ചങ്ങാതി എന്നെ ഇങ്ങനെ പറഞ്ഞിറങ്ങാൻ വരുന്നത് വരെ ഞാൻ നോക്കിയെന്ന് വന്ന് അൽഹംദുലില്ലാഹ് സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. അവന്റെ ഒടുക്കത്തെ നിസ്കാരമായിരുന്നു അത്. 25, 30, 35 മിനിറ്റോളം ആ നിസ്കാരം എടുത്തു. നിസ്കാരം കൂടിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, നിസ്കാരം നീണ്ടുവെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ നമ്മൾ തന്നെ ചോദിക്കത്തില്ല, നീ എന്നല്ലേ പറഞ്ഞ നിസ്കാരം ചെറുതാ? ഇയാള് വരുന്നവരെന്ന് നോക്കിയെന്ന് പക്രവ് തമാശ പറഞ്ഞല്ല ഞാൻ ഓടി. പിന്നെ അയാളെ ഒരു അഭിപ്രായം വരുന്ന ഉസ്താദെ ഇച്ചിരി അയച്ചു വിട്ടൊക്കെ നിസ്കരിച്ചാൽ മതി കേട്ടോ, ഇച്ചിരി അയച്ചു വിട്ടു വളർന്നു. അങ്ങനെ പറയണം കാക്കാ, അങ്ങനെ പറയണം. നിങ്ങൾക്ക് എല്ലാം ഇച്ചിരി നീട്ടാൻ പറഞ്ഞത്, ഇപ്പൊ നീട്ടിയപ്പോ എന്താ നിങ്ങൾക്ക് ഇച്ചിരി കുഴപ്പമായി പോയില്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് കരുതണ്ട, നിങ്ങൾ മൊത്തം കാണാൻ പിടിച്ചു വെച്ചേക്കുക. നീട്ടിന്റെ അടുത്ത് നീട്ടും, കുറത്തിന്റെ അടുത്ത് കുറക്കും. പിന്നെ പിറകിൽ നിൽക്കുന്നവരുടെ ശാരീരിക അവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ? ഇങ്ങനൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരെ അവിടെ ഇമാമും വെച്ച് നീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അതാണ് പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് അതീവ വഴക്ക് പള്ളികളിലൊക്കെ. ചെറിയ പ്രശ്നങ്ങള് ചില ഈ കമ്മിറ്റിയിൽ കയറാൻ വേണ്ടി പ്രശ്നങ്ങൾ വരും, പ്രസിഡന്റ് ആകാൻ വേണ്ടി വരും. ഞാനൊരു മഹല്ലിൽ നിന്നു, ആ മഹല്ലിലെ പ്രസിഡന്റ് ആകാൻ വല്ലാഹി സത്യമാണ് ഇട്ട് പറയാണ്, പ്രസിഡന്റ് ആകാൻ വേണ്ടി അവിടുത്തെ ഒരു വ്യക്തിയുടെ കയ്യിൽ 35 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കിയിട്ട് കൊടുത്തു. എന്റെ പൊന്നു കാക്ക, നിങ്ങളെ ഇന്ന ആളിനെ പ്രസിഡന്റ് ആക്കണം, ഈ പൈസ എടുത്തോ. 33 ലക്ഷം രൂപ. 33 ലക്ഷം രൂപ ഇതിനടുത്ത് പറഞ്ഞാക്കണം. അല്ല, അയാൾ വെച്ചൊരു നീതിമാൻ. അയാൾ പറഞ്ഞു ഇന്നിവിടെ നടക്കത്തില്ല, നടത്തുകൊണ്ട് പോയിക്കോളാം. ആദ്യം പറഞ്ഞു ഒക്കെ പള്ളി ഇതൊക്കെ നേരിട്ടുള്ള സംഭവം ഞാൻ പറയില്ല, ഞാൻ ഇല്ലാത്തൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഉള്ളത് ഹക്കായിട്ടോ. 33 ലക്ഷം പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് വാർഡിൽ വോട്ടെടുപ്പ് നടക്കും. എല്ലാ പള്ളി പണ്ടൊക്കെ തന്നെ കൈവക്കലായിരുന്നു. എല്ലാവരും പള്ളിക്കാരെല്ലാവരും കൊള്ളാം, നല്ല ആളാ എന്ന് പറഞ്ഞ് കൈയൊക്കെ പൊക്കി പിടിച്ച് എല്ലാം കേട്ടു. പ്രസിഡന്റ് നമ്മുടെ അബ്ദുൾ റസാഖ് അജിയാര അദ്ദേഹത്തെ എടുത്തോണ്ട് എല്ലാവർക്കും നമ്മുടെ സുലൈമാൻ കാക്ക എടുത്തു. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല, ഇരിക്കട്ടെ. എല്ലാവരും അതിൽ പൈസ ഉള്ളവരെ നോക്കി എടുക്കത്തുള്ളൂ. കാരണം പള്ളി മുസ്ലിംകാർക്ക് പൈസ കൊടുക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ കടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ട്രഷറർ മാത്രമേ ഇത്തിരി സൈനുദ്ദീൻ കാക്കായ എടുക്കാൻ പറയും. മാറുകളുടെ കടയുള്ളതുകൊണ്ട് ആണെങ്കിൽ അങ്ങേരെ കുടുംബം പട്ടിണിയാലും മൊയിലേറെ പട്ടിണിയാക്കൂല്ലോ. അതാണ് നടക്കട്ടെ. അല്ലാഹു അക്ബർ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പാ. പോലീസ് വണ്ടി കൊണ്ട് ആദ്യം ഇടും. പോലീസ് വണ്ടി 3 വർഷം തവാഫ് ചെയ്യണം. അതാ കഅബ.
എന്നെ തവാഫ് ചെയ്തിട്ടാണ് അടുത്ത പള്ളിയിൽ നിന്ന് ഓർഡെടുക്കുക. അല്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ഇവിടെ കൈപൊക്കലാണോ? ശരീരത്തിൽ നിയമം അനുസരിച്ച് കൈപൊക്കലാണ് നല്ലത്. ഈ വോട്ടെടുപ്പ് പരിപാടി നല്ലതല്ല. കൈപൊക്കൽ തന്നെയാണ് ഹയർ. എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നല്ല പ്രസിഡന്റാക്കി സെക്രട്ടറിയാക്കി എന്താ പറയുന്നത്? അൽഹംദുലില്ലാ. ശരി, എല്ലാവരും നല്ല പൊരുത്തത്തോടെ തൃപ്തിയോട് കൂടി കയറുക. അൽഹംദുലില്ലാ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അങ്ങോട്ട് പ്രവർത്തിക്കുക, ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അല്ല അവിടെ കയറി അവന്റെ പ്രസിഡന്റ് ആയതോ സെക്രട്ടറി ആയതുകൊണ്ടൊന്നും ഈ അള്ളാഹ്ക്ക് വലിയ ഗുണമൊന്നുമില്ല. രണ്ടുപേരെയാണ് അള്ളാഹ് ഇഷ്ടം. രണ്ടുപേരാണ് പള്ളിയുമായി ബന്ധപ്പെട്ട അള്ളാന്റെ കോടതിയിൽ വരുന്നത്. ഒന്ന് അള്ളാഹുവിന് ഏറ്റവും അടുത്ത വ്യക്തികളാണ്. അള്ളാഹുവിന്റെ മസ്ജിദ് ഭരിക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തവർ ശരിയായ വണ്ണം ഒരു ന്യൂനതയില്ലാതെ, പൊരുത്തമില്ലാത്ത നിലയിലല്ലാതെ, പൊരുത്തക്കേടൊന്നും കാണിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി അവന്റെ ഹബീബ് പഠിപ്പിച്ച വഴികളിലൂടെയാണ് ആ മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതെങ്കിൽ അള്ളാഹു പറയും, എന്റെ കസേരയുടെ അരികിൽ നീരുന്നോ, നിനക്കുള്ളതാണ് സ്വർഗം എന്ന് പറയും. അതല്ല, പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം കേവലം ഒരു മെമ്പർ തന്നെയാകട്ടെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ പള്ളിയിൽ വരുന്നവര് നിങ്ങളെ ശപിച്ചുകൊണ്ടാണ് വന്നു പോകുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, എന്റെ സിംഹാസനത്തിന്റെ അരികിലോട് അവനെ കൊണ്ടുവരേണ്ടതില്ല, അവനെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വലിച്ചെറിയണേ. അവിടെയാണ് മുനാഫിക്കുകൾ താമസിക്കുക. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായിയാണ് അവൻ. ഇസ്ലാമിക വേഷവും കെട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നുകൂടിയിട്ട് പരിശുദ്ധമായ മസ്ജിദുകളെ മലീമസപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് ഒരിക്കലും അവൻ മുകളിലേക്ക് കയറി വരാൻ പാടില്ല. അതുകൊണ്ട് അവനെ നരകത്തിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോടുക. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ് ലഹും നസീറാ. അവൻ അവിടെ ഒരു സഹായി, ഒരു കൂട്ടുകാരനുമേ ഇല്ല. അടിയെന്ന് കയറി വരാൻ വലിയ പാടാ. അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടിട്ട് എങ്ങനെ കയറി വരും? ഒരു കെട്ടിടം 10-20 നല്ല കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. അത് ഇനി സുരക്ഷാ സേനയും ആംബുലൻസും അല്ലെങ്കിൽ ഫയർഫോഴ്സും ഒക്കെ വന്നാലും ദ്രുതകർമ്മ സേനയൊക്കെ വന്നാലും അടി കിടക്കുന്നവരെയൊക്കെ പൊക്കി പൊക്കി മേപ്പോട്ട് എടുക്കുമ്പോൾ വലിയ പാടല്ലേ? അടി കിടക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടാണ്. അല്ലേ? കാത്തിരക്ഷിക്കട്ടെ. പള്ളി കമ്മിറ്റിക്കാരനല്ല എന്നിട്ട് പോകുന്നല്ലേ? ഞാൻ പൊതുവെ പറഞ്ഞ വിഷയം കേട്ടോ. പള്ളി കമ്മിറ്റിക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കമ്മിറ്റിക്ക് അങ്ങനല്ല. ഏത് മഹല്ലി ഖിയാമത്തിന് അടയാളം വരുമ്പോൾ പറയുന്ന വിഷയമാണ്. ഇവിടെ ചിലപ്പോൾ നല്ല കമ്മിറ്റിക്കാരായിരിക്കും. അല്ലാഹു അഅലം, എനിക്കതിനെ തിരിച്ചറിയില്ല. പൊതുവായിട്ട് പറയുമ്പോൾ ചില ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചും പ്രസിഡന്റ് എഴുന്നേറ്റ് പോയി സദസ്യം. പിന്നെ ആരെങ്കിലും പറഞ്ഞത് പ്രസിഡന്റാണ്. അദ്ദേഹം തൗബാച്ചിയായിക്കോ ഒരു അവസരം കിട്ടിയില്ലേ? പ്രസിഡന്റ് കേട്ട് തൗബാച്ചിയ ഒരു അവസരം കിട്ടിയത്. നാളെ മുതൽ ഇനി പള്ളിയുടെ ഉത്തരവാദിത്തം അള്ളാന്റെ വീടാ പഠിച്ചത്. എനിക്ക് ഇതിന് ഒരു പൈസയില്ല. പിന്നെ എന്തിനാ നിന്റെ രാത്രി ശാപം കൂടെ ഞാൻ ഏൽക്കുന്നത്? എനിക്ക് എന്റെ വെണ്ണുമ്പിള്ളയെ ഭരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക, അത് തന്നെ നല്ലത്. ഏറ്റവും നല്ല പ്രസിഡന്റ് വെണ്ണുമ്പിള്ളയുടെ പ്രസിഡന്റല്ല. പള്ളിയുടെ ഉത്തരവാദിത്തം വയ്ക്കുമ്പോൾ അതിനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവിടെ അടിയും പിടിയൊന്നും ഉണ്ടാക്കാനും വടക്കുണ്ടാക്കാനും വളം ഉണ്ടാക്കാനും അവിടുത്തെ കയറി വലിയ മോലാളി ചമയാനൊന്നും പാടില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അള്ളാന്റെ വീട കളി വേറെയാവും. വേറെ സാധനം വീട്ടിൽ കയറി വരും. പിന്നെ നിനക്ക് റാഹത്ത നല്ലൊരു മരണം കിട്ടുകയില്ല. ആക്കുപത്ത് മോശം. അപ്പൊ ആളുകൾ പറയും മോശമായിട്ട് മരിക്കും. പള്ളിയുടെ പൈസ തിന്നവനാ, ഇവ നല്ല രീതിയിൽ ചാവുമോ? ഇവ ഇങ്ങനെയൊന്നും അല്ല ചാവേണ്ടത്, ഇവ ഇനിയും കുറെ ചാവേണ്ടതാ, അനുഭവിക്കേണ്ടതായിരുന്നു എന്ന് പറയും ആളുകൾ. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. പൊതുമുതലല്ലേ? പണ്ടൊക്കെ മഹാന്മാരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ, നിസ്കരിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോ കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ തടവിയിട്ട് ചെരുപ്പിടുകയുള്ളൂ. എന്തിനാണെന്നറിയാം? പള്ളിയിലെ പൊടി ചെരുപ്പിലായി വീട്ടിൽ കൊണ്ടുപോകാതിരിക്കാൻ. അതുകൊണ്ട് കാല് മൊത്തം അങ്ങനെ തടവി കൈ കൊണ്ട് തടയാ പൊടി കളഞ്ഞിട്ടാണ് ചെരുപ്പിടുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മത പാലിച്ചിരുന്നു അന്ന് നിസ്കരിക്കാൻ വരുന്നവര്. തങ്ങളെ പറയുകയാണ്, ഒരു കാലഘട്ടം വരെ പള്ളിയിൽ കിടന്നടി ഉണ്ടാകുമത്രേ. അവർക്ക് നമസ്കരിപ്പിക്കാൻ ഒരു ഇമാമ് പോലും ഉണ്ടാവുകയില്ല. നമസ്കരിക്കാൻ വരും 10 ദിവസം ഒരു ഇമാമ്, പിന്നെ 10 ദിവസം അടുത്ത ഇമാമ്, പിന്നെ 15 ദിവസം വേറൊരു ഇമാമ്. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഒന്നും റാഹത്താവുന്നില്ല. ഉടനെ പ്രശ്നങ്ങളാകുക. പിന്നെ നല്ല ഇമാമികൾക്കൊന്നും മനസ്സിന് റാഹത്തും കിട്ടുകയില്ല. നിസ്കരിപ്പിക്കാനും അവിടെ നിൽക്കാനും ഒരു മനസ്സും വരികയില്ല. കമ്മിറ്റിയും ആലിമ്യങ്ങളും കൂടെ യോജിച്ചെങ്കിൽ ഒരു മഹല്ല് സംസ്കരണം നടക്കുകയുള്ളൂ. മുലൂക്കുകളും ഉമറാക്കളും ഉലമാക്കളും മുലൂക്കുകളും കൂടെ യോജിക്കണം. അപ്പൊ റാഹത്ത. അധികാരികളും കമ്മിറ്റിയും ആലിമ്യങ്ങളോട് യോജിക്കുമ്പോൾ ഒരു മഹല്ല് സംസ്കരണം റാഹത്താക്കി മുന്നോട്ട് കൊണ്ടുപോകും.
ഇത് ഉസ്താദന്മാരോടൊന്നും ചോദിക്കില്ല, ഉസ്താദന്മാരോട് യാതൊരു ബന്ധവുമില്ല. നല്ല നല്ല കാര്യങ്ങൾ വരും ഉസ്താദന്മാരോടൊന്ന് ആലോചിക്കണം, മുഷാവറ ചെയ്യണം. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ഉസ്താദന്മാരെ വിളിച്ചിട്ട് ഉസ്താദെ നമുക്ക് റമദാൻ വരുന്നു, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ തർത്തീബും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇന്നൊരു കല്യാണം കേസിട്ട് വന്നു, അതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഉസ്താദെ നമുക്ക് കാണിക്കാൻ ചില പൈസ കിട്ടിയത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഇങ്ങനെയൊക്കെയാണ്, അത് എന്ത് ചെയ്യണം, അത് ഏതാണ്ട് ഇതിനാണ് ഈ ആലിമീങ്ങൾ. ഈ ആലിമീകളെ മുയ്യാരെ കൊണ്ട് വെച്ചേക്കാൻ എന്തിനാണ് മൗലൂദ് ഓതാൻ, അത്തം പാത്തി ഓതാൻ, എന്തിനാ ഈ മുയ്യാരെ കൊണ്ട് വെച്ചേക്കുന്നത്? അതാ നമ്മൾ ചോദിക്കും, നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മയ്യത്ത് സ്കരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ മയ്യത്തിന്റെ നിയമങ്ങൾ എങ്ങനെയാണ്, എന്റെ ഹക്കുകൾ എന്താണ്, ഒരു നാട്ടിലൊരു പ്രശ്നം നടന്നാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് മാർഗം, അതിനാര് വേണം? അല്ലെങ്കിൽ വിവരമുള്ള പ്രസിഡന്റ് ആയിരിക്കണം. ഇമാമില്ലാത്ത സമയത്ത് ഖുത്ബ ഓതാനുള്ള കഴിവും പ്രാപ്തിയുള്ള പ്രസിഡന്റ് ആയിരിക്കണം ജമാഅത്തിന്റെ പ്രസിഡന്റ്. അതാണ് വേണ്ടത്. ഇമാം എപ്പോഴാന്ന് അറിയത്തില്ല. ഇമാം ചിലപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കീഴുവായു പോയി തൊട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് നിൽക്കാൻ പെട്ടെന്ന് അദ്ദേഹമായി അത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി നിസ്കരിച്ച് പൂർത്തിയാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും പ്രസിഡന്റിന് കാണാം. അങ്ങനെയുള്ളവരെ പ്രസിഡന്റ് ആകാവും. അതാണ് ഉമ്മാർ മസാജിദിൽ അള്ളാഹിന്റെ മസ്ജിദ് ഭരിക്കുന്നവർ നമ്മൾ അവരായിരിക്കണം. ഇത് ചന്തയിൽ കൊട്ടപ്പാർക്ക് കച്ചവടം നടത്തി ഉണക്കമീൻ കച്ചവടം നടത്തി ആളെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കി ഇരുന്നിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയവാസവും അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ആർക്കാ? നാട്ടിലൊരിറങ്ങും, പള്ളി ശവിക്കും ഇരുന്ന് എന്നും ഈ അടിയും വഴക്കും. അതുകൊണ്ട് നബിതങ്ങൾ അന്നേ പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി ഞങ്ങൾ പറയുകയാണ്, ലാ തഖൂമു ഹത്താ അയസൂദ കുല്ല ഖബീലത്തിൻ മുനാഫിഖുഹാ വകുല്ല സൂഖിൻ ഫുജാറുഹാ. ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ മുത്തായ ഹബീബ് പറഞ്ഞ വാക്കാണ്, ഓരോ മഹല്ലുകളും ഭരിക്കുന്നത് മുനാഫിഖുഹാ, ആ നാട്ടിലെ മുനാഫിഖുകളായിരിക്കും. വകുല്ല സൂഖിൻ ഫുജാറുഹാ, ഓരോ ചന്തയും ഭരിക്കുന്നത് ഏറ്റവും വലിയ തെമ്മാടികളുമായിരിക്കും. അങ്ങനെ ഒരു കാലം വരുന്നത് വരെ ലാ തഖൂമു ലോകം അസ്തമിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ ഖിയാമത്തിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ചന്തയിൽ പോ, രാവിലെ നല്ല വാക്ക് കേൾക്കാൻ പറ്റുമോ? അല്ല, മീൻ കച്ചവടം മീനെടുത്ത് വയ്ക്കുമ്പോ അതെടുത്ത് വയ്ക്കുമ്പോ എടുത്ത് വയ്ക്കുമ്പോ അതൊക്കെ ഈ മീൻ എന്താ വലിയ നല്ല മീനാണ്, ഇന്നത്തെ വല്ല ഇന്നല്ല. എനിക്ക് വേണമെങ്കിൽ വെട്ടേണ്ട പോടെ, എന്റെ ഇടയ്ക്ക് വേറെ നല്ല 3-4 ആയത്തുമതി ഓടും നമുക്ക് വെച്ച നാടൻ നദി മാർക്കറ്റിൽ. അതാണ് നമ്മുടെ ചില വിഷയങ്ങൾ പറയുമ്പോ ചന്തയാവാതറ, നീ ഒരു ചന്തയാവാതറ എന്ന് പറയുന്ന അർത്ഥം എന്താ? നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, ഓരോ കച്ചവട കേന്ദ്രങ്ങളും ഭരിക്കുന്നത് ഫുജാർ, ഏറ്റവും വലിയ തെമ്മാടികളായിരിക്കും. കടയിൽ പോടാൻ കളിക്കാൻ പറ്റും. ചില ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കും, നേട്ടന്മാരായിരിക്കുന്ന കട്ടാണികൾ. പോയിട്ട് നിങ്ങൾക്ക് പോയിട്ട് സാധനമൊക്കെ വില കഴിച്ചിട്ട് എടുക്കാതൊക്കെ ഒന്ന് പോയി നോക്കും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാതെ അവിടെ നിർത്തൊക്കെ നോക്കും. അവിടെ സാധനം കൂടെ എത്തൂല, തിരിച്ചുകൂടെ വരില്ല സാധനം. അങ്ങനെ ചില കേന്ദ്രങ്ങളുണ്ട്, അവർക്ക് അവര് പറയുന്നത് അവർ തന്നെയാണ് പറയുന്ന പോലെയാണ് തീരുമാനിക്കുക. ആ സാധനത്തിന്റെ വില അത്രയ്ക്ക് നിശ്ചിത അതേ ഉള്ളൂ, അത് തന്നെ കൊടുത്താൽ മതി. വാക്കുകൾ പറയും, ചീത്ത വിളിക്കും, അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. അങ്ങനെ നമുക്ക് സ്വസ്ഥമായ ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റാത്ത ഒരു കാലം വരും. അതേപോലെ ഓരോ നാടിന്റെ മുഖ്യമായ സ്ഥാനമാനങ്ങൾ ആ അലങ്കരിക്കുന്നത് മുനാഫിഖുകളായിരിക്കും. ഓരോ കബീലകളും ഓരോ ഗ്രാമങ്ങളും ഓരോ മഹല്ലുകളും മുനാഫിഖുഹാ, ആ നാട്ടിലുള്ള കാപട്യത്തിന്റെ ഉടമകളായിരിക്കും ഭരിക്കുക. എന്ന് പറഞ്ഞാൽ നിഫാഖ് കാണിച്ചാലുള്ള അല്ല എല്ലാവരും നമ്മളെ മുനാഫിക്കാന്ന് പറയാൻ പറ്റൂല. നഊദുബില്ല. നല്ല നല്ല ആളുകളുണ്ട്, നല്ല നല്ല സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. സൂക്ഷ്മത പാലിക്കാൻ അധികാരത്തിന്റെ പേരിലും സമ്പത്തിനും വേണ്ടിയും പണത്തിനും വേണ്ടിയും കയറിയിരുന്ന ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഖിയാമത്തിന്റെ അടയാളമാണ് നബിയുനാ റസൂലുള്ളാഹി. സലാത്തിന് ശക്തി പറഞ്ഞു ഇത് പറഞ്ഞപ്പോ അതെന്താ ശക്തി പറഞ്ഞു? പറഞ്ഞ വാക്കല്ലേ നമ്മൾ ഇല്ലാത്തൊന്നും പറയൂലല്ലോ. അതുകൊണ്ടാണ് അഭിമായ ഞങ്ങളെ പള്ളിയോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞത്, പള്ളിയിൽ നിങ്ങൾ ബഹളം വെക്കുന്നത് ഒഴിവാക്കണമേ, ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണമേ. അള്ളാഹുവിന്റെ വീടാണ്,
അൽ മസാജിദു തുമീഉ ലിഅഹ്ലി സമാ കമാ തുമീഉ നുജൂമു ശംസി ലിഅഹ്ലിൽ അർളി കമാ ഖാല റസൂലുള്ളാഹി. മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള മാലാഖമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന മിനാരങ്ങളാണ്, വിളക്കുകളാണ്. ഇതേപോലെ ആകാശത്തിലുള്ള താരകങ്ങൾ നിങ്ങൾക്ക് ഭൂമിയിൽ വെളിച്ചം പകർന്നു തരുന്നത് പോലെ മസ്ജിദിന്റെ മിമ്പർ മിഹ്റാബ് ആകാശത്തിലുള്ള മാലാഖമാർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുമത്രേ. അതുകൊണ്ട് അത് ഭരിക്കുന്നവര് അല്ലാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണേ, ആഖിറത്തെ വിശ്വാസമുള്ളവരായിരിക്കണേ, നമസ്കാരമുള്ളവരാകണേ. അതല്ലാത്തവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കരുതേ. അങ്ങനെ ഏറ്റെടുത്താൽ അവരുടെ അന്ത്യം മോശമാവുക മാത്രമല്ല, ആരുടെ മണ്ണിലേക്ക് അവർ കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് വരുമ്പോ ഈ പള്ളി തന്നെ നിനക്കെതിരെ സാക്ഷി പറയുമത്രേ. യാ റബ്ബി, പടച്ചവനേ, അത്തലൂനി വളയ്യൂനി വഖറബൂനി, എന്നെ ഖറാബാക്കിയവനാണ് ഈ കിടക്കുന്നതല്ല, എന്നെ നശിപ്പിച്ചവനാണ് ഈ കിടക്കുന്നതല്ല, എന്നോടുള്ള ഉത്തരവാദിത്തത്തിന് വീഴ്ച വരുത്തിയവനാണ് ഈ കിടക്കുന്നതല്ല. ഉടനെ അള്ളാന്റെ മറുപടി, അവനെ എന്നിലേക്ക് വിടുക പള്ളിയെ, മസ്ജിദേ, ഞാൻ അവന്റെ കാര്യം ഏറ്റെടുത്തുകൊള്ളാം. അവനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലാഹു ആണ്, അല്ലാഹു ആണ്, അല്ലാഹു ആണ്. കാരണം നീ ഏറ്റെടുത്തത് അല്ലാഹുവിന്റെ ഭവനമായിരുന്നു. ആ പള്ളി നിനക്കെതിരെ ശപിച്ചിരിക്കുകയാണ്. ആ ശാപം നീ മരിച്ചു പോയാലും നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുമത്രേ. അത് മക്കള് പോലും ഒരു കാലത്തിൽ നിന്നെ പ്രാകും. അതുണ്ടാകാതിരിക്കാൻ ഒന്നുകിൽ അല്ലാഹുവിന് അനുകൂലമായ നിലയിൽ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്ക്. ഇല്ല എങ്കിൽ തൗബ ചെയ്ത് പടച്ചവരെ, എനിക്ക് നിന്റെ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ ഈ പള്ളി എനിക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹ്, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതുകൊണ്ടൊരു ദോഷമുണ്ടാകരുത്. അതുകൊണ്ട് ഇന്ന് ഞാനിതാ വെച്ച് കെട്ടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ അള്ള പറയും, ആ പോട്ടെ, പാമ്പ് പിടിച്ച കുറച്ചാളൊക്കെ അള്ള മാപ്പാക്കി വിട്ടേക്കാം. ഇനി വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഒരു ഹദീസ് നിങ്ങളും കൂടെ കേൾക്കണം. ഈ പ്രസിഡന്റിനെ കേട്ടണോ, ഈ കമ്മിറ്റി മെമ്പറിനെ കേട്ടണോ, ഈ ഖജാൻജിയെ കേട്ടണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ വാർഡിലുമുള്ള നിങ്ങളെ പോലെ സാധുക്കളായവരാണ്. നബീന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, മൻ ആദ അലാ മഅസിയ വലൗ കാന ബിശത്തിരി കലിമാ കാന ശരീകൻ ലഹു ഫിഹാ. ആരെങ്കിലും ഒരു മോശമായ കാര്യത്തിന് കേവലം ഒരു കുത്തുപേനയുടെ കുത്തുകൊണ്ട്, ഒരു ഡോട്ട് കൊണ്ട് ഒരു സഹായം ചെയ്താൽ, ഒരു വോട്ട് കൊണ്ട് സഹായം ചെയ്താൽ, ഒരു സിഗ്നൽ കൊണ്ട് സഹായം ചെയ്താൽ, നീ ജയിപ്പിച്ചു വിട്ട ആ കമ്മിറ്റി അംഗങ്ങള് പള്ളിയുടെ പൈസ അടിച്ചു മാറ്റിയാൽ, വോട്ട് ചെയ്ത മെമ്പറെ, നിന്നെയും അല്ലാഹു ഖബറിൽ കിടത്തൂല. പിടിക്കാൻ വരുമ്പോ ഞാൻ നീ വോട്ട് ചെയ്തിട്ടല്ലേ അവൻ ജയിച്ചത്, നീ ഒറ്റ ഒരുത്തം പിന്മാറി കഴിഞ്ഞാൽ അവൻ തോറ്റു പോകുമായിരുന്നു. നീ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോയ? അത് അവനല്ലേ എടുത്തത്. തിന്നടാ നീ. വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ചോ ചെയ്യണോ വേണ്ടായോ? വോട്ട് ചെയ്യുമ്പോൾ തീരുമാനിക്കണം. ഹദീസാ പോകുന്നത് വേണമെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാറില്ല, വോട്ട് പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. ആ സമയത്ത് എവിടെങ്കിലൊക്കെ മുങ്ങിയേക്കും സംഭവം. കാരണം നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവൻ കയറിയിട്ട് പള്ളിക്കാരില്ല, പൈസ എടുത്ത് ഖജാൻജിയുടെ താക്കോലാന്റെ കയ്യില ഒരു 20,000 രൂപ ആവശ്യം വന്ന് പെട്ടെന്ന് പോയി പള്ളിയുടെ പൈസ എടുത്തോണ്ട് പോയി തിരിച്ചു മറിച്ചിട്ട് നാളെ കൊണ്ടുവയ്ക്കാം. ആ തിരിച്ചു മറിച്ച് നിനക്ക് അതിൽ നിന്നൊരു ചെറിയ ഗുണം ഉണ്ടായില്ല, പിറ്റേ ദിവസം കൊണ്ടുവച്ചില്ലേ, ആ ഗുണം നിന്റെ സമ്പത്തിൽ വന്ന് കയറിയില്ലേ, പള്ളിയുടെ ബൈത്തുൽ മാലിന്റെ പൈസ അല്ലേ. അപ്പൊ നിന്നെ വോട്ട് ചെയ്താലും നിന്റെ ആ വാർഡിലുള്ള ഓരോ മെമ്പർമാരെ ഇവൻ തിരിമറി നടത്തിയതിന് മൊത്തം ഈ വാർഡ് മെമ്പർമാരെ മുഴുവനും ഗവർണത്ത് കുത്തുവിട്ടു. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടെങ്കിൽ പോയിട്ട് പറഞ്ഞ ജബ്ബാറെ തോന്നിയാസം പള്ളിക്കകത്ത് കയറി കാണിക്കുക. അത് പറ്റുമെങ്കിൽ നല്ലപോലെ നിന്നോ, ഞാൻ നിനക്ക് വോട്ട് ചെയ്തു, എനിക്ക് നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ എന്റെ പേര് ഇടി കൊള്ളാൻ വയ്യ. അതുകൊണ്ട് പറ്റുമെങ്കിൽ നീ അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ നീ അതിൽ നിന്ന് രാജിവെ. ഞാനൊന്ന് സലാമത്താവട്ടെ, ഞാൻ അറിയാതെ നിനക്ക് വോട്ട് ചെയ്ത് പോരാ. ഇനി എന്റെ ഹയാത്തുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുകയില്ല. ജബ്ബാർ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കമ്മിറ്റിയിലുണ്ടോ? അതിനെ ഇല്ലല്ലോ. ചിലപ്പോ ചില സ്ഥലത്ത് പേര് പറയുമ്പോ പ്രസിഡന്റിന്റെ പേരായിരിക്കും അറിയത്തില്ല. ഉദാഹരണം പറഞ്ഞോ, എല്ലാ ഉദാഹരണത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അല്ലാതൊന്നും അല്ല കേട്ടോ.
ഓരോ സ്ഥലത്ത് പ്രശ്നങ്ങൾ അഭിവേ ഞാൻ നിന്ന പള്ളിയിൽ അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ മാറിയത് കമ്മിറ്റിയിൽ എന്തോ പ്രസിഡന്റ് ഭരണമായി സെക്രട്ടറി ഭരണമായി ഇപ്പൊ ഖജാൻജി ഭരണമാണ് എല്ലാം പ്രസിഡന്റ് കൂട്ടി വെക്കുന്ന മേശ ഖജാൻജി ഒന്ന് കുത്തി തുറക്കും ഖജാൻജി കൂട്ടി വെക്കുന്ന മേശ പ്രസിഡന്റ് ഒന്ന് കുത്തി തുറക്കും ഇവർ രണ്ടുപേരും കൂട്ടി വെക്കുന്നത് വേറെ സെക്രട്ടറി ഒന്ന് കുത്തി തുറക്കും എന്നിട്ട് അവർക്കെതിരെ നോട്ടീസ് അടിക്കുക അവർക്കെതിരെ പരസ്യപ്പെടുത്തുക മുസ്ലിമീങ്ങള് ചുമ്മാ ഇരിക്കുവോ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ മേലും ഇവിടെ മൊയ്ലിയാർ കുത്തിയിരുന്ന് ദ്വാരുക ഇടിക്കണ തകർക്കണ പൊളിക്കണ ഇറക്കണ നസിക്കണ ഇരിക്കണ കുത്തണ കീറണ കുത്തും കീറലും കടിയും കിടിയും കിട്ടുന്നൊക്കെ അമ്മക്ക് തന്നെ അവന്മാര് നല്ല വതളങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കണം നമ്മളെ കൊണ്ടതെല്ലാം ദ്വാരപ്പിക്കുന്ന എല്ലാ ആവശ്യമുണ്ടോ നമ്മളവിടെ തടി ഉണ്ടാക്കിയിട്ട് നമ്മളെ മെമ്പറിൽ കുത്തിയിരുന്ന ദ്വാരക്കലോടെ ദ്വാരക്കല എന്റെ ആവശ്യം എന്താ ഒരാവശ്യമില്ല കൊള്ളുമ്പോ എല്ലാവർക്കും കിട്ടും തങ്ങൾക്കും കിട്ടും കൊള്ളു തന്നെ അല്ലാതെ വേറെ എന്ത് അതുകൊണ്ട് ഈ പള്ളിയിൽ മെമ്പറിൽ നിന്ന് വാളെടുക്കുമ്പോ പ്രശ്നമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന പള്ളി ഭയങ്കര വാളാ ഇനി പേടിയാ ഇതേ സമയത്ത് കമ്മറ്റിക്കാരെല്ലാം വടിയുമ്പോഴെ കൊണ്ടുവന്ന് വിദഗ്ധയായിരിക്കും എടുത്ത് വീശുന്നത് അതുകൊണ്ട് ചെറിയൊരു വടിയാണ് സുന്നത്തിന് വേണ്ടി നല്ലത് ഈ വാളൊന്നും വേണ്ട ഗണത്തിൽ ഈ വാളൊന്നും വേണ്ട അറിയാൻ പറ്റില്ല ഇതൊക്കെ എടുത്ത് ആർക്കാണ് കിട്ടുന്നത് മുസ്ലിയാരെങ്ങാനും പോയിട്ട് മധ്യസ്ഥം വയ്ക്കാൻ പറ്റുമോ ആ സമയത്ത് പ്രസിഡന്റ് മൈലിയാർ എന്നേക്കാടല്ല ശരിയാക്കളി ആരാ അത്ര നേരം എന്റെ പറയുന്ന മയത്തിൽ സ്കരിച്ചത് അവൻ അമ്മക്കെതിരെ എടാ ഓടാന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പൊന്നു കാക്കാൻ നിന്റെ കരിമീൻ തന്ന വല്ലാത്തൊരു കാര്യം പിന്നെ അവിടെ ഇമാമത്ത് നിൽക്കാവാ മുസ്ലിയാർ അതാണ് ഒരു ഹദീസ് കേട്ടപ്പോ എനിക്ക് പേടി തോന്നിയത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് ലാ തഖൂമു ഹത്താ തുഖ്തലൽ ഉലമാഉ കമാ തുഖ്തലുൽ കിലാബ് നഊദു ബില്ലാഹി മിൻ ദാലിക് ലാ തഖൂമു ഹത്താ യഖ്റുജ ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്താണ് അവരുടെ സ്വഭാവം? ഉലമാക്കളെ അവർ കൊന്നുകളയുമത്രേ. പട്ടികളെ അടിക്കുന്നത് പോലെ, പട്ടികളെ കൊല്ലുന്നത് പോലെ, പട്ടികളെ വെട്ടുന്നത് പോലെ ഉലമാക്കളെ അടിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ഉലമാക്കൾക്ക് സ്ഥാനമില്ല. ഉലമാക്കളെ പറയുന്നതിന് പുല്ലുവിലയാണ്. അവരുടെ മേലേക്ക് കടിച്ചു കീറും, അവരെ തെറി വിളിക്കും, അവരെ ചെൽപ്പൂരിയടിക്കും. ഒരു നായുടെ സ്ഥാനം പോലും കൊടുക്കാതെ ഒരു മഹല്ലിന്റെ വക്താവിനെ, ഒരു മഹല്ലിലെ പ്രതിനിധിയായ ആ ഒരു പണ്ഡിതനെ വേദനിപ്പിക്കുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല. ഇത് കാണുമ്പോ വിഷമിച്ച് ആരുടെ സഹായമില്ലാതെ ആ പണ്ഡിതൻ വിളിച്ചു പറയും അത്രേ, ആ കാലഘട്ടത്തിലുള്ള മക്കൾ പറയും അത്രേ, അല്ലാഹുവേ ഞങ്ങളെ നീ എന്തിനാണ് ആലിമാക്കിയത്? ഈ വിവരമില്ലാത്തവരായിരുന്നെങ്കിൽ ഇതേപോലെ ഈ പീഡനങ്ങളും ഈ നിന്ദ്യതകളും ഏൽക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അങ്ങനെ പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല. ശരിയല്ലേ? ഉസ്താദന്മാരെ കിടന്നുറങ്ങുന്നതിനെ കട്ടി കളയില്ലേ? ഇമാമിങ്ങളെ കൊല്ലുന്ന കാലം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാവിലെ തല 2 പീസ്. ഉസ്താദന്മാരെ റൂമുകളൊക്കെ നന്നാക്കി കൊടുക്കണം. കാലമൊക്കെ മോശ. കോഴിക്കോടിനേക്കാണ് കഷ്ടപ്പാട്. പള്ളിയിലത്തെ ഉസ്താദന്മാരുടെ റൂമും പള്ളിയിലത്തെ ബാത്റൂമും, ഈ 2 കാര്യം വേറെ മോശം. തൂറാനും പറ്റൂല, പെടുക്കാനും പറ്റൂല. തൂറാൻ മുട്ടി ഓടിപ്പോയിരിക്കുമ്പോ ആ കക്കൂസിന്റെ കളർ കാണുമ്പോൾ തനിയെ വായുവായിട്ട് ബാഷ്പീകരിച്ചു പോകും, നിർവീര്യമായി പോകുന്നു. താഴോട്ട് പോയിന്ന് മുക്കിയാലും ഒന്നും വരില്ല. സംഭവം എന്താ? ഈ കിടക്കുന്ന മഞ്ഞ വെള്ള ക്ലോസറ്റാണ്. 1962 കൊണ്ട് വിറ്റിയത് സാധനമാണ്. ഇപ്പൊ 2018 പടച്ച റബ്ബെ ഉപ്പുപ്പാടെ മൂത്രത്തിന്റെ അംശം വരാനായിട്ടുണ്ട്. മുൻ കാലഘട്ടങ്ങളിൽ ആരെല്ലാം ഒരു മൂത്രം വെച്ചിട്ടുണ്ടോ അവരുടെ മുഴുവൻ അംശം അതിനകത്തുണ്ട്. ഒരു സ്കാൻ ചെയ്താൽ മതി. എന്താ കഴുകിട്ടാ പള്ളിയുടെ ബാത്റൂം? പള്ളി അടിപൊളി.
പള്ളി 2.5 കോടി 3.5 കോടി പള്ളി കണ്ട അടിപൊളിയാണ്. ഭയങ്കരമായ പള്ളി, ഭയങ്കര മിനാരം, മിമ്പർ, മെഹ്റാബ്, മാഷാ അല്ലാഹ്. കൈകെട്ടി അങ്ങോട്ട് സൂറത്ത് ബഖറ കഴിഞ്ഞ് ആലിമ്രാനും പോകാറില്ല സംഭവം. മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ എന്റെ പൊന്നെ ഹബീബ്, ഇതിനേക്കാളും നല്ലത് ഹൗദിൽ പോയി മൂത്രം ഒഴിക്കലാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല. വേറും മോശം പള്ളികളിൽ ബാത്റൂം വൃത്തിയാക്കാറില്ല. വേറും മോശം ബാത്റൂം പടക്കല്ലോ. ഇത്ര നാളായത് അവിടെ പിന്നെ കുറെ കാക്കാമാര് വീടിയും വലിച്ച് അതിന്റെ കുറ്റി കൊണ്ടൊരു പോലെ കൊണ്ടുവരും. വീടിക്കുറ്റി പ്രത്യേക പള്ളിയുടെ ക്ലോസറ്റിൽ വീടിക്കുറ്റിയുടെ ഇത് വെച്ചേക്കുവാ. ഇതെന്താ വീടിക്കുറ്റിയിടാനുള്ള സാധനം എന്നത്? ഇങ്ങനെയുള്ളിടത്താണ് പാമ്പ് കയറിയിരിക്കുന്നത്. സൂക്ഷിച്ചോണെ. വീടിയും വലിച്ചോണ്ട് അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനം കയറി വരാം. പാമ്പ് കയറിയ അടുക്കളക്കകത്ത് പള്ളിയുടെ ബാത്റൂമിനകത്ത് വാട്സപ്പിൽ കണ്ടില്ലേ? ഇവിടെ കൊടുവള്ളി പള്ളിയിലെ മൂത്രപ്പരയല്ലേ പാമ്പ്, ഭയങ്കര കറുത്ത പാമ്പ്. അവസാനം പിന്നെ അവർ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അടുത്ത കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ്. അതുകൊണ്ട് പോയി കയറി അങ്ങ് പൊക്കിയിരിക്കുന്നതിന് മുമ്പ് ആലോചിച്ചോ. നമ്മളിതൊന്നും നോക്കാറില്ലേ. പന്ന പറഞ്ഞ കക്കൂസും ബാത്റൂമും ഒക്കെ ആയി ഇങ്ങനെ സാധനം അതിന് കയറി ഈ ഉപ്പുമാരുടെ മൂത്രത്തിന് മണത്തിന് ഭയങ്കര ഇഷ്ടമായി. ഷുഗറും പ്രഷറും ഒക്കെ പിടിച്ച സാധനമല്ലേ, അതൊക്കെ മണം പിടിക്കാനകത്ത് കയറി ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുമോ. അതുകൊണ്ട് ഇത് ഒന്ന് വൃത്തിയാക്കി പിള്ളേരെ കൊണ്ട് റമദാൻ മാസം വരുന്നു ഒന്ന് എല്ലാവരെ കൊണ്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കമ്മിറ്റിക്കാർ പള്ളികളൊക്കെ ഒന്ന് റാഹത്താക്കണം. പള്ളിയൊക്കെ ഒന്ന് കഴുകി കൊടു. ചെറുപ്പക്കാരൊക്കെ ഒന്ന് കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളൊന്ന് താങ്ങിക്കൊടുത്താൽ അവർ നിന്നോളൂ. നിങ്ങളൊന്നും മിണ്ടാത്തത് കൊണ്ടല്ലേ അവർക്കെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിശുദ്ധമാർ റമദാൻ മാസം വരാണ്. പള്ളിയുടെ പായൊക്കെ എടുത്ത് മാറ്റിയൊക്കെ അടിച്ചു തൂത്ത് ചെലന്തി വല പള്ളിയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കണം. ചെലന്തി വലയും പ്രാവും തോറിയിരിക്കുന്ന കണ്ടാൽ അള്ളാന്റെ വീടല്ലേ ഹബീബ, ഇത് ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത്? ഇവിടുത്തെ പള്ളി അറിയില്ല, ഞാൻ കേറിയിട്ട് പോലുമില്ല കേട്ടോ. പൊതുവെ പള്ളികളിലെ അവസ്ഥ ഞാൻ പറയാം. ഞാൻ ഏതെങ്കിലും പള്ളി ഇപ്പൊ ഞാൻ അപ്പഴേ വിളിച്ചു പറയും, കമ്മിറ്റിക്കാരെ വിളിച്ച് കാര്യം പറയും. ഇതൊക്കെ നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാനം പറയാം. അള്ളാഹുവിന്റെ മുന്നിൽ സമാനം പറയാം. എന്റെ പ്രശ്നം കേൾക്കുന്ന സഹോദരിമാരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ പറയണം, നിങ്ങൾക്ക് ഈ പറഞ്ഞനുസരിച്ച് പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നാളെ പോയത്. അല്ലെങ്കിൽ അള്ളാഹ് സത്യം നിങ്ങൾ രാജിവെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് പോകും. പറഞ്ഞോ. വേണമെങ്കിൽ ഇത്താക്ക് ഇടിയിട്ടാതിരിക്കാൻ വേണ്ടി ആഗ്രഹത്തില് ഇടിയിട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂക്ഷിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവര് നാളെ അള്ളാഹുവിന്റെ അടുത്ത അയൽക്കാരാണ്. അള്ളാഹുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ അവന്റെ സിംഹാസനത്തിന്റെ അരികിൽ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിച്ചവർക്ക് സ്ഥാനം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ എല്ലാം പള്ളിയുടെ ഉത്തരവാദിത്വം വെച്ചല്ലോ. എന്റെ അടുത്തിരുന്നോ. അള്ളാഹു എന്നെ കണ്ട് അള്ളാഹുവിനെ ഒന്ന് ചുംബിച്ച് അള്ളാഹ് എന്ന് കെട്ടിപ്പിടിച്ച് മാനക്കണ്ട അള്ളാന്റെ വീട് ആ രീതിയിൽ സൂക്ഷിച്ചവരാണ്. എന്നിട്ട് കമ്മിറ്റി തീരാറാവുമ്പോ ദ്വാരക്കുമ്പൊട്ടിക്കറിഞ്ഞ് അള്ളാഹുവേ 3 വർഷം എന്റെ മേലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പഠിച്ചവരെ ഒരുപാട് വീഴ്ചകൾ വന്നു കാണും. നീ മാപ്പ് ചെയ്യണേ അല്ലാ. അറിഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണേ പഠിച്ചവരെ എന്ന് പൊട്ടിക്കറിഞ്ഞ് എല്ലാരും പോകുമ്പോ ആ സുജൂദിൽ കിടന്ന് നിന്റെ ഒരു തുള്ളി കണ്ണുനീർ ആ പള്ളിയുടെ മുസല്ലയിൽ വീണാല് അള്ളാഹുവിന് ആ കണ്ണുനീര് ഏറ്റവും വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ച് മിമ്പറിനരികെ പോയി 2 റക്അത്ത് തൗബ സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പൊരുത്തപ്പെടിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിക്കണം. എന്നാൽ റാഹത്തായി. അങ്ങനെയുള്ള മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ട അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ടും ചെയ്യണം. അതല്ലാത്തവരെ നമ്മൾ വോട്ട് ചെയ്യും. ദുനിയാവിന് വേണ്ടിയിട്ടൊക്കെ വോട്ട് ചെയ്ത് അടിയും പിടിക്കുണ്ടാക്കി പള്ളി ശ്രമിക്കും. പള്ളിയുടെ പിരാക്ക് നാടിനാണ് ഏൽക്കുക. നമ്മുടെ വിളകൾക്ക് നാശം ഉണ്ടാവും. മക്കളിൽ അതിന്റെ ശാപം ഉണ്ടാവും. മരുമക്കളിൽ ശാപം ഉണ്ടാവും. നമ്മുടെ പരിസര നാടുകളിൽ അതാപിറങ്ങാൻ അത് കാരണമാകും. പള്ളിയും ഖുർആനും ശപിക്കും. അത് രണ്ടും സൂക്ഷിക്കണം. അതുകൊണ്ട് ഖുർആനും ഓതാതെ വീട്ടിൽ വെക്കരുത്. ഖുർആൻ ഓതാതെ വീട്ടിൽ വെച്ചാൽ ആ ഖുർആൻ നിങ്ങളെ ശപിക്കും. ഇതൊക്കെ ഹദീസുകളാണ്, ഇതൊന്നും വെറുതെ അല്ല. ഇതൊക്കെ എന്തിനാ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഒരു വണ്ടി നമ്മൾ എടുക്കുന്ന ഓടിക്കാനാണ്, ഓടിക്കാതെ വീട്ടിയിട്ട് മൂടിയിടാനൊന്നും അല്ലല്ലോ. എന്നതുപോലെ ഖുർആൻ ഓതാനാണ്, പള്ളി നിസ്കരിക്കാനുള്ളതാണ്. ഇത് രണ്ടും അതിൻ്റെതായ ഉത്തരവാദിത്വം വഹിച്ചില്ല എങ്കിൽ ഇത് നമുക്കെതിരെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി.
അതുകൊണ്ട് ഞാൻ 5 കാര്യം കൊണ്ട് തുടങ്ങി. അതിലൊന്നാമത്തെ കാര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മറ്റ് ഹദീസുകളിലേക്കൊക്കെ പോയി നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും രോഗങ്ങളുടെയും കാരണം ഇതേപോലുള്ള അക്രമങ്ങളും അള്ളാഹ്ക്ക് നിരക്കാത്തതുമായ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതിലൂടെ ഉരുത്തിരിഞ്ഞ് മറ്റൊരു ഹദീസ് ഞാൻ പറഞ്ഞു, 3 കാര്യങ്ങൾ വെളിപ്പെടുന്നത് വരെ ഈ ഉമ്മത്ത് ശരീഅത്തിൽ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞു. അതിലൊന്ന് ഉലമാക്കളെ പിടിക്കപ്പെടാതിരിക്കലാണ്, ഉലമാക്കൾ മരണപ്പെടാതിരിക്കലാണ്, ഉലമാക്കളുടെ ദീനീ പഠന ക്ലാസ് അത് നിന്നു പോകാതിരിക്കലാണ്. അത് നിന്നു പോയാൽ ഈ ഉമ്മത്ത് ശരീഅത്ത് പഠിക്കാതെ വ്യതിചലിച്ചു പോകും. രണ്ടാമത് മാലം തദ്ഹുറു ഫീഹിം വലദുൽ ഖിൽഫി, ജാരസന്താനങ്ങൾ അധികരിക്കാത്ത കാലഘട്ടത്തോളം ഈ ഉമ്മത്ത് യഥാർത്ഥ ശരീഅത്തിൽ തന്നെയായിരിക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വലതുൽ ഖിൽഫ് അധികരിക്കും. വലതുൽ ഖിൽഫ് എന്ന് പറഞ്ഞാൽ ജാരസന്താനം അധികരിച്ചാൽ ഈ ഉമ്മത്ത് ശരീരത്തിൽ പുറത്തു പോകും. അതിപ്പോ അങ്ങനെ ജാരസന്താനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കുട്ടികൾ ഒളിച്ചോടും കൊണ്ടോടെ എടുത്തോണ്ട് വന്ന അനക്കൊന്നും കാണാത്ത 2 മണിക്കൂറായി കഴിഞ്ഞല്ലോ, പനിയും പിടിച്ച് മൂക്കുന്നുണ്ടാക്കാൻ വേദന എടുത്ത് നാളെയാൻ തുടങ്ങി. പനി പിടിച്ച് ഞാൻ ഇന്ന് ഇവിടത്തേക്ക് വേണ്ടി ഈ ചങ്ങാതിമാർ ചീത്ത വിളിച്ചോളില്ല, അതീവ ബുക്ക് ചെയ്താൽ ചീത്ത വിളിക്കും, പേടിച്ചു വന്നതാണ്. ഇവിടെ തുടങ്ങണം, ഇങ്ങോട്ട് വേണം, ഇവിടെ തുടങ്ങണം. യേശു പറഞ്ഞു 50 രൂപ ഞാൻ തരുമ്പോ എല്ലാവരും ഒന്ന് സഹായിക്കണം, കാര്യമായ നിലയിലൊരു സഹായിക്കണം. ഇപ്പൊ ഇത്രയും ഭരണസമിതി ഇനി സഹായിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഇവർക്ക് വേണ്ടിയല്ല പറയുന്നില്ല. 3 കാര്യങ്ങളുണ്ട്. ഇതിന്റെ മുകളിൽ പൈസ ഇല്ലയോ? $400 തിരിച്ചേൽപ്പിക്കണം പറഞ്ഞാട്ടോ. പെട്ടെന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞു പിന്നെ മറന്നു പോകും. കാറിപ്പോകാൻ ശേഷം അറിയാം. എല്ലാവരും ഇടണല്ലോ, കമ്മിറ്റിക്കാരും സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാവരും ഇടണം. മുസ്ലിയാരുടെ വീട്ടിൽ ഒരു മുസ്ലിയാരെല്ലാവരും വീട്ടിൽ പോകും. അതെന്താ നീ എന്നെ ഇടാത്ത, നീ എന്നെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ 3 കാര്യം വെളിപ്പെടുന്ന എല്ലാവരും നെട്ടു. നല്ല ശഅബാൻ മാസം, നല്ല രാവാണ്. നമ്മുടെ പിള്ളേർ പാവം പിടിച്ചവർ ഇതുപോലെ മുസ്ലിംമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി അനുഗ്രഹിച്ച് ഖബൂലാക്കുമാറാണ്. എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്തവർക്കൊരു നല്ല ഒരു ഉത്തേജനം അള്ളാഹു ഇതിലൂടെ നൽകുമാറാകട്ടെ. ഈ നാടിന്റെ മുസീബത്തുകളൊക്കെ അള്ളാഹു എടുത്തു കളയുമാറാകട്ടെ. നാട്ടിലെ നല്ല ബർക്കത്തുള്ള ഇറക്കുമാറാകട്ടെ. ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് കിട്ടും. 3 കാര്യത്തിൽ 1 ഇൽമ, 2 വലതുൽ ഖിൽഫ്, ജാരസന്താനം അധികരിക്കും. നിങ്ങൾ പറഞ്ഞു നോക്കാം. അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ കാത്തിരക്ഷിക്കുന്ന റഹ്മാനെ, ഞങ്ങളെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്ന അള്ളാഹ്, ഞങ്ങളുടെ തെറ്റുകളെ മാപ്പാക്കണേ. പഠിച്ചവനെ ഒട്ടിക്കറിഞ്ഞ വാർക്കണം. അബീവെ നല്ല ലാഭമാണ്. കാരണം നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തവരാ. ഇതൊന്നും നിങ്ങളീ പറയൂ, ഈ പ്രസംഗിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങ് നല്ല ആൾക്കാരൊന്നുമല്ല, നിങ്ങളെക്കാരൊക്കെ മോശമാണ്. പിന്നെ ഇതൊക്കെ പ്രസംഗിക്കുന്ന ആരാ പ്രസംഗിക്കും? ഇവനെ കൊണ്ട് അങ്ങനെ പ്രസംഗിപ്പിക്കാൻ പറ്റുമോ? നമ്മളെ പ്രസംഗിക്കാൻ ആരും പ്രസംഗിക്കാനാണ്. അതുകൊണ്ട് എല്ലാവരും തെറ്റുകാരെ, ഞങ്ങളൊക്കെ ദ്വാരക്ക് നമ്മളെല്ലാവരും അള്ളാഹു നമ്മളെയൊക്കെ അള്ളാഹു സുഖത്തിൽ എത്തിക്കട്ടെ. അതല്ല നമ്മളൊന്നും നരകത്തിൽ പോയി കിടക്കേണ്ടവരല്ല, പടച്ചാൽപ്പെട്ട കാത്തിരക്ഷിക്കട്ടെ. റമളാൻ മാസത്തിന്റെ ബർക്കത്തുണ്ട്, ശഅബാനിന്റെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹലുകാരാക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച് മരിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വലതു സീന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിടുമ്പോൾ ഈ കാമുകിമാർക്ക് വിളിച്ചോടും. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് പള്ളി കൊണ്ട് എത്തിച്ചു കൊടുക്കും. അങ്ങനെ നടക്കുന്നത് കൂടുതൽ. അപ്പൊ 2 ആഴ്ച വരെ അവരവിടെ താമസിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അവർ പറയില്ല, സംഭവിച്ചു കാണും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഹലാലാക്കി കെട്ടിച്ചു കൊടുക്കും. പക്ഷെ ആദ്യം അവിടെ പോയി വീണ ആ നുത്ഫ, ആ ബീജം, അതിലൂടെയാണ് പിന്നെ കുട്ടികൾ ഉണ്ടാവുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഹലാലായി, അതിന് മുമ്പ് ഹറാമാണ്. പിന്നെ അപ്പൊ എന്താ 10ാമത്തെ മാസത്തിൽ പ്രസവിക്കുന്നത് കുട്ടി ഹലാൽ കുട്ടിയാവോ ഹറാം കുട്ടി എന്നാണ് പേര്. അതാണ് നമ്മൾ വലതു സിന എന്ന് പറഞ്ഞത്. അത് ആരും അറിയില്ല. എക്സൂർ അത് അധികരിക്കും. നമ്മളൊന്നും അറിയുന്നില്ലോ. നമ്മൾ അവർ പറയും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിയാ, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, സംഭവിച്ചത് അകത്തേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് പ്രത്യേക ശ്രദ്ധിക്കുന്ന പറഞ്ഞു, ജാരസന്തതികൾ അധികരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സൂക്ഷിക്കണം. എൻ്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന ആ ശരീരം നിങ്ങളത് സൂക്ഷിക്കണം.
ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങൾ പോകുന്നതും കൂടെ പോകുന്നതും അവരുടെ കൂടെ സഹകരിക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്റെ പൊന്നുപെങ്ങളെ, ഒരിക്കലും അവനൊന്നും നഷ്ടപ്പെടാനില്ല. അനധികൃതമായി നീയുമായി ശാരീരിക ബന്ധം പുലർത്തി നിനക്ക് നിന്റെ ഉദരഗഹ്വരത്തിൽ അവന്റെ ഒരു ബീജത്തിന്റെ ഒരു അംശമായാൽ അത് ഏറ്റവും വലിയ നാശമാണ്. ഈ ലോകത്തിന്റെയും ആഹാരത്തിന്റെയും നാശമാണ്. അവൻ പിന്നെ നിന്നെ തഴയും, അവൻ പിന്നെ നിന്നെ ഏറ്റെടുക്കുകയില്ല. പിന്നെ പ്രശ്നങ്ങളായി, പിന്നെ കൊണ്ട് ഡിയാൻ ചെയ്യേണ്ടി വരും, പിന്നെ ഇടങ്ങറാവും, പിന്നെ നീ ശപിക്കും, പിന്നെ അവൾ ശപിക്കും. ഈ പ്രാപ്തി ശാപത്തിലൊന്നും വീഴാതെ ഒരു ദുർബല നിമിഷത്തിൽ നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാൽ നീ നിന്റെ ഉപ്പയോട് പറയണം, ഉപ്പ എനിക്ക് വയസ്സ് 10-20 എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരാനുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലേ ഉപ്പ, അതിനുള്ള മാർഗം മനയാണ് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ സിറാജുൽ മസാക്കിൻ പോലുള്ള സംഘാടകരെ സമീപിക്കും. അതിന് നാണം കടേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള സാമ്പത്തികമായ ശേഷി ഇല്ല എങ്കിൽ എനിക്ക് 100 ഉണ്ടല്ലോ ഇല്ല, മൊത്തം തിരിച്ചു തന്നില്ല. അപ്പൊ സാമ്പത്തികമായ ശേഷി ഇല്ല എങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന സംഘടനകളുണ്ട്. അവരെ കണ്ട് നിങ്ങൾ പോയിട്ട് പറഞ്ഞു, മോള് പിഴച്ചു പോകാതിരിക്കാൻ നിങ്ങളെല്ലാം സഹായിക്കണം. ഇന്നത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. പിന്നെ പെണ്ണിനെ കെട്ടിക്കലാണോ ഞങ്ങളുടെ മസല നോക്കലല്ല, നമ്മുടെ നീയത്ത് ഇങ്ങനെ വെക്കണം. പെണ്ണിനെ കെട്ടിക്കാനല്ല, ആ ഉമ്മയെ സഹായിക്കലാണ്. അവർക്ക് ആ പെൺകുട്ടിക്ക് ഒരു സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്ന കല്യാണം കഴിപ്പിച്ചോട്ടെ. ആ പെണ്ണ് ഓടിപ്പോകാതിരിക്കാൻ, ഒളിച്ചോടിപ്പോകാതിരിക്കാൻ, ഇല്ലെങ്കിൽ അവൾ വ്യഭിചാരത്തിലേക്ക് പോകാനും ഒളിച്ചോടാനും ഒക്കെ സാധ്യതയുണ്ട്. അതിലൂടെ വലതുസിന അധികരിക്കും. വലതുസിന എന്നാൽ ജാരസന്താനങ്ങൾ അധികരിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന നാശം നമുക്കൊക്കെയാണ്. ആകട്ടെ. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ പൊന്നു പെങ്ങന്മാരെ, എന്റെ പൊന്നു മോളെ, നിന്റെ കാല് പിടിച്ച് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ച എന്റെ ഉപ്പയും ഉമ്മയെ വഞ്ചിക്കരുത്. പാവങ്ങളാണ്. നിന്നെ എന്ത് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നവരാണ്. നീ ഇനി ഒളിച്ചോടിപ്പോയി നിന്നെ ആരെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വല്ലാഹി ആണയിട്ട് ഞാൻ പറയുന്നു, 6ാമത്തെ മാസം അവൻ നിന്നെ വലിച്ചെറിയും. ഇന്ന് ഈ കേരളത്തിൽ കണ്ട ചരിത്രം മുഴുവനും അങ്ങനെയാണ്. ഞാൻ ഈ കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. ഈ ഒളിച്ചോടിപ്പോയ പെണ്ണുങ്ങളെല്ലാം വഴിയാധാരമായി ആരും ഏറ്റെടുക്കാനില്ലാതെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ മുഖം വികൃതമായി റെയിൽവേ ട്രാക്കിൽ കിടന്ന് നരകിക്കുന്നതാണ് ഇന്നും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആരും അത് ശരിക്കും നിന്നെ കൊണ്ടുപോയി നിന്റെ ആഗ്രഹങ്ങൾ നടത്തും, നിന്നെ പരിചരിക്കും. അതുകൊണ്ട് എന്റെ പൊന്നു മോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ഒളിച്ചോടാൻ നോക്കണം. ചിന്തിച്ചിട്ട് ചാടാൻ പറ്റും. അതായിട്ട് അല്ലെങ്കിൽ ഹലാലായിട്ട് ഉമ്മയോട് പറ, ഉപ്പയോട് പറ, ഹലാലായിട്ട് കല്യാണം കഴിപ്പിച്ചോ. എന്റെ വാപ്പാമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് 10, 18 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ കെട്ടിക്കാൻ നോക്കുക. എന്നിട്ട് പഠിപ്പിച്ചോ. അടിയേ കെട്ടിയും പഠിപ്പിച്ചോളൂല്ലോ എന്ന് നമ്മൾ ഉത്തരവാദിത്വം പേര്. നമ്മളിത് പഠിപ്പിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് കണ്ടവന്നെ കൂടെ അങ്ങനെ ഒളിച്ചോടി പോയാൽ പിന്നെ നാട്ടുകാർ ആ കല്യാണം നടത്താൻ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരു ബ്രോക്കർ വരുമ്പോ ആരെങ്കിലും ഒന്ന് കാണാൻ വരുമോ, എവിടെ ഇത് എടന്ന പെണ്ണ ചായക്കടയിലായിരിക്കും ആദ്യം വരുന്നത്. ഒരു ചായ കുടിച്ചിട്ട് അതൊക്കെ ചൊറിഞ്ഞു പറഞ്ഞു. പുതിയ ആൾക്കാരാണല്ലോ എവിടെ നിന്ന് വരിക, നിങ്ങൾ ഇച്ചിരി അങ്ങ് നടക്കുന്നുണ്ട്. എന്താ സംഭവം? ബിസിനസ് ആയിട്ട് വന്നു. ബിസിനസ് ആണല്ലോ, വാലുവേഷൻ ഉണ്ടായോ, പശുവിന്റെ വാലുവേഷൻ പോലെ. അപ്പൊ അന്ന് ഇങ്ങനൊക്കെ എങ്ങനെ പറയും, ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിലെ ഒരു സുലൈമാക്കാട് വീട് ഇങ്ങനെ ഇവിടെ ഇല്ല കഴിഞ്ഞ ആഴ്ച റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചോണ്ടെന്ന കൊച്ച്. എന്താ സംഭവം? എന്താ റെയിൽവേ സ്റ്റേഷനിൽ അല്ലാതെ ആരുടെ കൂടെ ഇങ്ങനെ ഒളിച്ചോടാൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പിടിച്ചോണ്ട് ഇല്ല. ആ കൊച്ചിന് കാര്യമില്ല ചോദിച്ചല്ല. എന്നാ പിന്നെ പോട്ടെ കാക്ക, ശരി, അസ്സലാമലൈക്കും, മതി, സംഭവം കിട്ടി. അന്ന് പിടിച്ചോണ്ടാൻ മതി പറഞ്ഞു. ചായക്കടക്കാർക്കെല്ലാം കിട്ടില്ല. കാരണം ആദ്യത്തെ റിപ്പോർട്ട് കിട്ടുന്ന അവർക്കാണ്. അതുകൊണ്ടാണ് രാവിലെ പള്ളിയിൽ സുബഹിസ്കാരം കഴിഞ്ഞ് ചായയും വടയും അടിച്ചോണ്ട് പേപ്പർ നോക്കിക്കൊണ്ട് ആ ബെഞ്ച് ഒഴിവാക്കി കൊടുക്കില്ല. ഈ പണ്ടാരങ്ങൾ മാറുകയില്ല. അതുകൊണ്ട് ദൂരം 2 ചായ കുടിക്കാൻ വരുന്നവന്മാർക്ക് അത് വിടങ്ങാനോ അവിടെ ആളെ ഇരിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് അവരും പോകും. പറഞ്ഞു വിടാനും പറ്റുമോ? ചായക്കടക്കാരന് പറഞ്ഞു വിടാൻ പറ്റുമോ? ആ ബെഞ്ചിന്റെ നടുക്ക് ഭാഗം നിങ്ങൾ നോക്കണം, വളഞ്ഞിരിക്കുക. ഈ മുസ്ലിങ്ങൾ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അതിങ്ങനെ വളഞ്ഞിരിക്കാൻ സംഭവം. അതുകൊണ്ട് നാളെ മുതൽ ഭാസ്കരൻ ചേട്ടൻ ചെയ്യേണ്ട ഒരു പരിപാടി, ഇളക്കി വെക്കണം സാധനം അടിയിലൊക്കെ. ആ കാലിളക്കി വെച്ചാലും ഈ വർഗ്ഗങ്ങൾ വന്നിരുന്നാൽ തന്നെ അത് എഴുതിട്ട് വെക്കോളൂ. അല്ല എഴുതിട്ട് പോകാൻ പറയാൻ പറ്റൂലല്ലോ. ഒരു ചായയും ഒരു വടയും കഴിക്കും, 90 ചായ നഷ്ടപ്പെടുത്തിക്കിട്ട് ഇതിനായും പറയും. എന്തിനായും പഠിച്ചു പോകാൻ പാൻ പിടിച്ച ഭാസ്കരൻ ചേട്ടൻ എങ്ങനെയും ജീവിച്ചോ. ചായയും കടയും
നിബിധങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അതെല്ലാത്തിനും അതീതുണ്ടല്ലോ. ഭാസ്കരൻ ചേട്ടൻ എന്ന് പറഞ്ഞില്ല, അതേപോലെ സ്ഥലത്ത് വന്ന് ഒത്തിരുന്ന് വിത്തിന് പറയുന്ന ആളുകൾ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നതാണ്. നബി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു യാതി ഫി ആഖിരി സമാനി നാസുൻ യഅതൂനൽ മസാജിദ ഫയഖഉദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ ذكرهم الدنيا وحب الدنيا لا تجالسوهم فليس لله بهم حاجة. ഖിയാമത്ത് നാളിൽ അവസാനമായ ഒരു വിഭാഗം ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാനെന്ന വ്യാജേന വരും. എന്നിട്ട് അവിടെ പോർട്ടിക്കോയിൽ വട്ടം കൂടിയിരുന്നിട്ട് ദുനിയാവിന്റെയും അധികാരികളെ കുറിച്ചുള്ള ഫിത്ന ഫസാദുകള് പച്ച മാംസത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവരോടൊപ്പം നിങ്ങൾ പോയിരിക്കരുത്. അവർ ദുനിയാവിൽ ഇരിക്കുന്നത് കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടും അള്ളാഹ്ക്ക് യാതൊരു ഗുണവുമില്ല. ഇവനൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു പുണ്യമില്ല. അവന്റെ കൂടെ പോയി ഇരിക്കരുത് എന്നാ നബി തങ്ങൾ പറഞ്ഞത്.